സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിൽ വേനലവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. പൊതു വിദ്യാഭ്യാസ മേഖലയിൽ 60 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് സ്കൂളിലേക്ക് തിരിച്ചെത്തിയത്. പുതിയ അധ്യയന വർഷത്തെ സ്വീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയവും അതത് മേഖലാ വിദ്യാഭ്യാസ കാര്യാലയങ്ങളും എല്ലാ ഒരുക്കവും പൂർത്തിയാക്കിയിരുന്നു. ചില അന്തിമ ഭേദഗതികൾ വരുത്തി പുതിയ അക്കാദമിക് കലണ്ടറുകൾ വിദ്യാഭ്യാസ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. രാജ്യത്തുടനീളമുള്ള സ്കൂളുകളുടെ അറ്റകുറ്റപ്പണികളും സാധന സാമഗ്രികൾ ഒരുക്കലും ശുചീകരണവും പുസ്തകങ്ങൾ എത്തിക്കലും ഉൾപ്പെടെയുള്ള മുഴുവൻ തയ്യാറെടുപ്പുകളും നേരത്തെ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. രാജ്യത്തെ പൊതുമേഖലയിലും സ്വകാര്യ അന്തർദേശീയ വിദേശ വിഭാഗങ്ങളിലുമായി 30,000-ലധികം സ്കൂളുകളാണുള്ളത്. ഇത്രയും സ്കൂളുകളിലായി വിവിധ മേഖലകളിൽ 5 ലക്ഷത്തിലധികം പുരുഷ വനിതാ അധ്യാപകരുമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പുകളിലും ഓഫീസുകളിലും എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാനും ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂളുകളുടെയും ക്ലാസ് മുറികളുടെയും സജ്ജീകരണം ഉറപ്പാക്കുന്നതിനും പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തുന്നു എന്ന് ഉറപ്പാക്കുന്നതിനും ഒരാഴ്ച മുമ്പ് തന്നെ അധ്യാപകരും മറ്റ് ജീവനക്കാരും സ്കൂളുകളിൽ എത്തിത്തുടങ്ങിയിരുന്നു. ജിസാൻ പ്രവിശ്യയിലെ സാംത ഗവർണറേറ്റ് ഭൂപരിധിയിലുള്ള ഒരു ഫസ്റ്റ് മിഡിൽ സ്കൂളിൽ തീപിടുത്തം. വേനലവധിക്ക് ശേഷം ഇന്ന് ക്ലാസുകൾ ആരംഭിക്കാനിരിക്കെയാണ് സ്കൂൾ കെട്ടിടത്തിന്റെ ജനലുകളിൽ ഒന്നിൽ നിന്നും തീ ഉയർന്നത്. വഴിയാത്രക്കാരാണ് തീയും പുകയും കണ്ടത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് ടീമുകൾ തീ അണയ്ക്കുകയും സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. ഒരു ക്ലാസ് മുറിയിലെ സാധനങ്ങൾ മുഴുവൻ കത്തി നശിക്കുകയും സ്കൂൾ കെട്ടിടത്തിന്റെ വലിയ ഭാഗങ്ങളിൽ കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തു. തീ അണച്ചതായും സംഭവത്തിൽ വസ്തു നാശനഷ്ടമുണ്ടായെങ്കിലും ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സിവിൽ ഡിഫൻസ് അറിയിച്ചു. സ്കൂളുകളുടെ സുരക്ഷയും പരിപാലനവും നിരീക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ വേഗത്തിൽ സ്വീകരിക്കാൻ മേഖലയിലെ വിദ്യാഭ്യാസ വകുപ്പിനോട് ചില രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. മേഖലയിൽ കനത്ത മഴ ഉണ്ടാകുന്നതിനാൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ കണക്കിലെടുത്ത് സ്കൂളിലെ ഇലക്ട്രിക്കൽ ജോലികൾ സുരക്ഷിതമാണെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തണമെന്നും അവർ കൂട്ടിച്ചേർത്തു. സൗദി അറേബ്യയിൽ വിസ, തൊഴിൽ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച 19,989 പ്രവാസികൾ അറസ്റ്റിലായി. ഓഗസ്റ്റ് 8 മുതൽ 14 വരെ രാജ്യത്തുടനീളം ആഭ്യന്തര മന്ത്രാലയം നടത്തിയ പരിശോധനയിലാണ് വിദേശി നിയമലംഘകർ പിടിയിലായത്. നിയമലംഘകരില്ലാത്ത രാജ്യം എന്ന പേരിൽ കഴിഞ്ഞ 8 വർഷമായി മന്ത്രാലയം വിവിധ സുരക്ഷാ സേനകളുടെയും മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെ തുടരുന്ന നടപടിയുടെ ഭാഗമായാണിത്. അനധികൃത താമസവുമായി ബന്ധപ്പെട്ട് 12,608 പേരും അതിർത്തി സുരക്ഷാ നിയമലംഘനത്തിന് 4,519 പേരും തൊഴിൽ നിയമലംഘനങ്ങൾക്ക് 2,762 പേരുമാണ് അറസ്റ്റിലായത്. രാജ്യാതിർത്തി നുഴഞ്ഞുകടക്കാൻ ശ്രമിക്കുന്നതിനിടെ 913 പേരും പിടിയിലായി. ഇതിൽ 32% യമനികളും 65% എത്യോപ്യക്കാരും 3% മറ്റ് രാജ്യക്കാരുമാണെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിച്ചതിന് 34 പേരും പിടിയിലായിട്ടുണ്ട്. നിയമലംഘകർക്ക് യാത്ര, താമസ സൗകര്യങ്ങൾ ഒരുക്കുകയും ജോലി നൽകുകയും അവരുടെ നിയമലംഘനം മറച്ചുവെക്കുകയും ചെയ്തതിന് 9 പേർ പിടിയിലായി. നേരത്തെ പിടിയിലായി നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ തുടരുന്ന 15,803 പേർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. 14,491 പുരുഷന്മാരും 1,312 സ്ത്രീകളുമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 5,028 പേരോട് സ്വന്തം രാജ്യങ്ങളുടെ എംബസികളോ കോൺസുലേറ്റുകളുമായി ബന്ധപ്പെടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് ലഭ്യമാക്കാൻ 2,955 പേരോട് ആവശ്യപ്പെട്ടു. ഈ നടപടികളെല്ലാം പൂർത്തിയാക്കിയ 11,361 പേരെയാണ് ഒരാഴ്ചക്കിടെ നാടുകടത്തിയത്. അതേസമയം നിയമലംഘകർക്ക് താമസഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുന്നവർക്ക് 15 വർഷം വരെ തടവും 10 ലക്ഷം റിയാൽ വരെ പിഴയുമാണ് ശിക്ഷയെന്നും വാഹനവും വീടും കണ്ടുകെട്ടുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മക്ക, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലുള്ളവർ 911 എന്ന നമ്പറിലും ബാക്കി ഭാഗങ്ങളിലുള്ളവർ 999 അല്ലെങ്കിൽ 996 എന്നീ നമ്പറുകളിലും വിളിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഒമാനിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച 13 തൊഴിലുകളിൽ വർക്ക് പെർമിറ്റുകൾ നൽകുന്നത് റദ്ദാക്കിക്കൊണ്ടുള്ള തൊഴിൽ മന്ത്രാലയ തല തീരുമാനം തൊഴിൽ മാർക്കറ്റ് ക്രമീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എന്ന് അധികൃതരുടെ വിലയിരുത്തൽ. നിരോധനം ഏർപ്പെടുത്തിയ 13 തൊഴിലുകളിലും കാര്യമായി വിദേശികൾ മാത്രമാണ് ജോലി ചെയ്യുന്നത്.
6 മാസക്കാലത്തേക്കായിരുന്നു വർക്ക് പെർമിറ്റ് നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ 6 മാസത്തേക്കാണ് നിയന്ത്രണമെങ്കിലും അത് വീണ്ടും തുടരാനാണ് സാധ്യതയെന്നാണ് മന്ത്രാലയവുമായി ബന്ധപ്പെട്ടവരും വിദഗ്ധരും വിലയിരുത്തുന്നത്. ഇപ്പോൾ താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയ 13 തൊഴിലുകളിൽ വിദേശികളുടെ എണ്ണം വർദ്ധിച്ചതായി റിപ്പോർട്ടുണ്ട്. ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് കൂടുതൽ നിയമലംഘനം നടത്തുന്നതെന്നും അധികൃതർ കണ്ടെത്തി. എന്നാൽ 6 മാസക്കാലത്തേക്ക് മാത്രമാണ് ഈ നിയന്ത്രണം നിലവിലുള്ളത്. അതിനാൽ പേടിക്കേണ്ടതില്ലെന്നാണ് പ്രവാസികൾ പറയുന്നത്. എന്നാൽ നിയന്ത്രണം നീണ്ടുപോകുമെന്നതും യുവതലമുറയെ പ്രതികൂലമായി ബാധിക്കുമെന്നും യുവതലമുറയ്ക്ക് തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമെന്നും പ്രവാസികളിൽ ചിലർ പറയുന്നു. നിയമം നിലവിലുണ്ടാകുമ്പോൾ പ്രായമായവരെ മാറ്റി പുതിയവരെ മേഖലയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ലെന്നും ഇത് ബിസിനസിനെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും വിലയിരുത്തുന്നവരുമുണ്ട്. നിലവിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള തൊഴിൽ അന്വേഷകർക്ക് ഒമാനിൽ ഭാഗികമായി വിലക്ക് നിലവിലുണ്ട്. എന്നാൽ പുതിയ നിയമം നിലവിൽ ഒമാനിലുള്ളവർ അനധികൃതമായി ജോലി ചെയ്യുന്നത് തടയാനും തൊഴിലാളികളെ നിയമവിധേയമാക്കാനും സഹായിക്കും. ഈ തൊഴിലുകളിൽ ഒഴിവുകൾ വരുമ്പോൾ പ്രാദേശികമായി റിക്രൂട്ട് ചെയ്യാൻ അനുവാദം നൽകുന്നത് നിലവിൽ ഒമാനിൽ അനധികൃതമായി ജോലി ചെയ്യുന്നവർക്ക് അവസരം ലഭിക്കുമെന്നും പലരും വിലയിരുത്തുന്നു. അടുത്ത മാസം മുതൽ നിലവിൽ വരുന്ന പുതിയ നിയന്ത്രണങ്ങൾ നിർമ്മാണ മേഖലയിലടക്കം വിദേശികളുടെ ജോലിയെ പ്രതികൂലമായി ബാധിക്കും. നിർമ്മാണ മേഖല, ശുചീകരണ മേഖല, കയറ്റിറക്ക് മേഖല, ടൈലറിംഗ്, ഇലക്ട്രീഷ്യൻ, വെയ്റ്റർ, പെയിന്റർ, ഷെഫ്, ബാർബർ തുടങ്ങിയ മേഖലകളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. എന്നാൽ ഈ മേഖലയിലെല്ലാം വിദേശികളാണ് കാര്യമായി ജോലി ചെയ്യുന്നതും. ഇതിൽ ബാർബർ അടക്കമുള്ള വിദേശികളുടെ കുത്തകയായ ജോലികളുമുണ്ട്. ഒമാൻ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ സഹകരണത്തോടെ സാംസ്കാരിക കായിക യുവജന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഒമാൻ ബ്രോഡ്ബാൻഡ് മാരത്തണിന്റെ 2ാം പതിപ്പിന് തുടക്കം. രാജ്യത്തിനകത്തെയും പുറത്തെയും നിരവധി പേരാണ് മാരത്തണിൽ പങ്കെടുക്കുന്നത്. 7 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ 2 കിലോമീറ്ററും 13 മുതൽ 17 വയസ്സ് വരെയുള്ള യുവാക്കൾ 5 കിലോമീറ്ററും 18 വയസ്സ് തികഞ്ഞവരും അതിനുശേഷമുള്ളവരും 10 കിലോമീറ്ററുമാണ് പൂർത്തിയാക്കേണ്ടത്. ആരോഗ്യം, ടൂറിസം, പൊതുജന പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കാനാണ് മന്ത്രാലയം മാരത്തൺ സംഘടിപ്പിക്കുന്നത്. കായിക താരങ്ങളെയും കായിക പ്രേമികളെയും ആകർഷിക്കാനും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കാളികളാക്കുക എന്നതുമാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും സാംസ്കാരിക കായിക യുവജന മന്ത്രാലയം സ്പോർട്സ് ആക്ടിവിറ്റി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അറിയിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സാങ്കേതിക തകരാർ തുടരുന്നു. വ്യാഴാഴ്ച വിമാനം പണിമുടക്കിയതോടെ കോഴിക്കോട് യാത്രക്കാർക്ക് ഒരു ദിവസമാണ് നഷ്ടപ്പെട്ടത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് കുവൈറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടേണ്ട വിമാനം തകരാർ കാരണം റദ്ദാക്കുകയായിരുന്നു. 12:50 കുവൈറ്റ് വിമാനത്താവളത്തിൽ നിന്നും യാത്ര തിരിച്ച വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് അരമണിക്കൂറിനിടെ കുവൈറ്റ് വിമാനത്താവളത്തിൽ തന്നെ തിരിച്ചിറക്കുകയായിരുന്നു. തുടർന്ന് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് വിമാനം റദ്ദാക്കിയതായി അറിയിച്ച് യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റി. നാട്ടിലെത്തേണ്ട അത്യാവശ്യ യാത്രക്കാർക്ക് വ്യാഴാഴ്ച എയർ ഇന്ത്യ കൊച്ചി വിമാനത്തിൽ സൗകര്യമൊരുക്കി. ബാക്കിയുള്ള യാത്രക്കാരെ വെള്ളിയാഴ്ച വിമാനത്തിൽ കോഴിക്കോട്ടേക്ക് എത്തിച്ചു. വാരാന്ത്യമായതിനാൽ വ്യാഴാഴ്ച കുവൈറ്റിൽ നിന്നും നിരവധി പേർ നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തിരുന്നു. ഇവർക്ക് വിമാനം മുടങ്ങിയത് പ്രയാസമുണ്ടാക്കി. അത്യാവശ്യ യാത്രക്കാർക്ക് ദുരിതമായി. ചുരുങ്ങിയ ദിവസങ്ങളിൽ ലീവെടുത്തു പോകുന്നവരുടെ ഒരു അവധി ദിവസവും നഷ്ടപ്പെട്ടു.